നമസ്കാരം. ലോകത്തുള്ള ജനങ്ങൾക്ക് ഒരു പൊതുഭാഷ എന്ന നിലയിൽ കൃത്രിമ ഭാഷകൾ നിർമ്മിക്കുവാനുള്ള ശ്രമങ്ങൾ ലോകത്ത് പലപ്പോഴും നടന്നിട്ടുണ്ട്. അങ്ങനെ ചില കൃത്രിമ ഭാഷകൾ നിർമ്മിക്കപ്പെട്ടിട്ടുമുണ്ട്. ആ കൂട്ടത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയ ഒരു നിർമ്മിത ഭാഷയാണ് എസ്പെരാൻഡോ. 1859 ജനിച്ച പോളണ്ടുകാരനായ LL സാമൻഹോഫ് ആണ് 1887 ഈ എസ്പെരാൻഡോ ഭാഷയ്ക്ക് രൂപം നൽകിയത്. 1887 അദ്ദേഹം പുറത്തിറക്കിയ ലിംഗ്വ ഇന്റർനാസിയ എന്ന പുസ്തകത്തിലാണ് എസ്പെരാൻഡോ ഭാഷയെക്കുറിച്ചുള്ള തന്റെ കണ്ടെത്തലുകൾ ആദ്യമായി അദ്ദേഹം അവതരിപ്പിച്ചത്. പുസ്തകത്തിൽ ഗ്രന്ഥകർത്താവിന്റെ പേര് സാമൻഹോഫ് എന്ന് കൊടുക്കുന്നതിന് പകരം ഡോക്ടർ എസ്പെരാൻഡോ എന്നാണ് അദ്ദേഹം കൊടുത്തിരുന്നത്. എന്നാൽ 2 വർഷങ്ങൾക്ക് ശേഷം എസ്പെരാൻഡോ എന്നത് ഈ ഭാഷയുടെ തന്നെ പേരായി മാറി. ആധുനിക പോളണ്ടിന്റെ വടക്കുഭാഗത്തുള്ള ബിയാലിസ്റ്റോക്ക് നഗരത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ നഗരത്തിൽ പോലും ഭാഷയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഭിന്നിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ പോലും പോളിഷ്, ജർമ്മൻ, യിഡിഷ്, റഷ്യൻ എന്നിങ്ങനെ 4 ഭാഷകൾ സംസാരിച്ചിരുന്നു. ഓരോ ലാംഗ്വേജ് കമ്മ്യൂണിറ്റിയും മറ്റേ കമ്മ്യൂണിറ്റിയെ വെറുപ്പോടെയായിരുന്നു വീക്ഷിച്ചിരുന്നത്. ഈ ഭിന്നിപ്പ് കണ്ടപ്പോഴാണ് ഈ ഭിന്നിപ്പിനെല്ലാം ഒരു അറുതി വരുത്തണമെങ്കിൽ ഒരു കോമൺ ലാംഗ്വേജ്, ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് വേണമെന്ന് അദ്ദേഹം ചിന്തിക്കുകയും അതിനുവേണ്ടി അദ്ദേഹം ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. ലോക സമാധാനം സാധ്യമാവണമെങ്കിൽ ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് നിർമ്മിക്കുക നിർബന്ധമാണെന്ന് അദ്ദേഹം ചിന്തിച്ചു. യുക്തിരഹിതമായ ദേശീയതയ്ക്ക് പകരം യുക്തിഭദ്രമായ ഒരു അന്തർദേശീയതയാണ് ലോകത്തിന് ആവശ്യം എന്നതായിരുന്നു സാമൻഹോഫിന്റെ ചിന്ത. അങ്ങനെയാണ് 1887 അദ്ദേഹം ലോകത്തിനൊരു പൊതുഭാഷ എന്ന നിലയിൽ തന്റെ എസ്പെരാൻഡോ ഭാഷയെ ലോകത്തിന് സമർപ്പിക്കുന്നത്. വളരെ ലളിതമായ ഗ്രാമറാണ് എസ്പെരാൻഡോക്ക് സാമൻഹോഫ് നൽകിയത്. ലിംഗവ്യത്യാസം, അതായത് ജെൻഡർ എസ്പെരാൻഡോയിൽ തീരെ ഇല്ലായിരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹിന്ദിയിൽ അവൻ വന്നു എന്നത് വോ ആയ എന്ന് പറയും. അവൾ വന്നു എന്നാകുമ്പോൾ ആയ എന്നത് ആയി എന്നായി മാറുന്നത് പോലെയുള്ള വ്യത്യാസം എസ്പെരാൻഡോ ലാംഗ്വേജിൽ തീരെ ഇല്ലായിരുന്നു. ഇംഗ്ലീഷിനെ പോലെ റോമൻ സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു എസ്പെരാൻഡോയുടെയും ആൽഫബറ്റ്. ആൽഫബറ്റിൽ മൊത്തം 28 അക്ഷരങ്ങളാണ് ഉണ്ടായിരുന്നത്. എസ്പെരാൻഡോയിലെ അധിക പദസമ്പത്തും അദ്ദേഹം കടമെടുത്തിരുന്നത് റോമൻസ് ലാംഗ്വേജുകളായ പോർച്ചുഗീസ്, സ്പാനിഷ്, ഇറ്റാലിയൻ, ഫ്രഞ്ച് എന്നിവയിൽ നിന്നായിരുന്നു. എസ്പെരാൻഡോയിൽ സൈലന്റ് ലെറ്റേഴ്സ് തീരെ ഇല്ലായിരുന്നു. എസ്പെരാൻഡോ ഒരു ഫോണറ്റിക് ലാംഗ്വേജ് ആയിരുന്നു. അതായത് എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെ തന്നെ വായിക്കും. നമ്മുടെ മലയാളവും ഹിന്ദിയുമെല്ലാം ഒരു ഫോണറ്റിക് ലാംഗ്വേജ് ആണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഇംഗ്ലീഷ് ഒരു ഫോണറ്റിക് ലാംഗ്വേജ് അല്ല. അതുകൊണ്ടാണ് CUT എന്നത് കട്ടും PUT എന്നത് പുറ്റുമായി മാറിയത് എന്നൊക്കെ നമുക്കറിയാം. 1887 തന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ അദ്ദേഹം എസ്പെരാൻഡോയുടെ 16 ബേസിക് റൂളുകൾ പറയുന്നുണ്ട്. മാത്രമല്ല, ആ പുസ്തകം പ്രസിദ്ധീകരിച്ച ഉടനെ തന്നെ 12ഓളം വിദേശ ഭാഷകളിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. എസ്പെരാൻഡോ തന്റെ പൊതു സ്വത്തല്ല എന്നും അതിൽ തനിക്കൊരു പേറ്റന്റോ കോപ്പിറൈറ്റോ വേണ്ട എന്നും സാമൻഹോഫ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എസ്പെരാൻഡോ വളരെ വേഗത്തിൽ തന്നെ ലോകത്തിന്റെ വിവിധ മേഖലകളിലേക്ക് വ്യാപിച്ചു. 1-ാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ലീഗ് ഓഫ് നേഷൻസ് എന്ന ലോക രാജ്യങ്ങളുടെ ഒരു സംഘടന രൂപീകൃതമായി. ഈ സംഘടനയിൽ ഇറാനിൽ നിന്നുള്ള ഒരു പ്രതിനിധി സംഘം ലോകരാജ്യങ്ങൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടി എസ്പെരാൻഡോയെ വ്യാപിപ്പിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുകയുണ്ടായി. എന്നാൽ പ്രമുഖ രാജ്യങ്ങളെല്ലാം അതിനെ എതിർത്തു. ഫ്രാൻസ് എതിർക്കുവാനുണ്ടായ കാരണം ഫ്രഞ്ചിന്റെ ലോക കുത്തക നഷ്ടപ്പെടുമോ എന്ന പേടിയായിരുന്നു. USSRൽ സ്റ്റാലിൻ എസ്പെരാൻഡോയെ നിശിതമായി വിമർശിച്ചു. എസ്പെരാൻഡോ സംസാരിക്കുന്നവരെ ശിക്ഷിക്കുവാനും അദ്ദേഹം തയ്യാറായി. എസ്പെരാൻഡോ ഒരു ആഗോള ചാര സംഘടനയുടെ ഭാഗമാണ് എന്നതായിരുന്നു സ്റ്റാലിന്റെ കണ്ടുപിടുത്തം. ജർമ്മനിയിൽ ഹിറ്റ്ലറും എസ്പെരാൻഡോയുടെ പുരോഗതിയെ തടഞ്ഞു നിർത്തി. ഒരു ജൂതനായ സാമൻഹോഫ് നിർമ്മിച്ച ഈ ഭാഷ ഒരു ആഗോള ജൂത ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നതായിരുന്നു ഹിറ്റ്ലർ തന്റെ മെയിൻ കാംഫ് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ 1985 യുനെസ്കോ എസ്പെരാൻഡോയെ ലോക യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കണമെന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയുണ്ടായി. ഇന്ന് ലോകത്ത് എസ്പെരാൻഡോ സംസാരിക്കുന്ന 2 മില്യണോളം ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. UK-യിലും USA-യിലും ചൈനയിലും വരെ ഇന്ന് എസ്പെരാൻഡോ സംസാരിക്കുന്ന നിരവധി ആളുകൾ ഉണ്ട്. മൈക്രോനേഷ്യൻ രാജ്യങ്ങളായ റോസ് ഐലൻഡ്,
റിപ്പബ്ലിക് ഓഫ് മൊളോഷ്യ എന്നിവിടങ്ങളിൽ ഔദ്യോഗികമായി തന്നെ എസ്പെരാൻഡോ ഭാഷയെ ഉപയോഗിക്കുന്നുണ്ട്. നൂറുകണക്കിന് പുസ്തകങ്ങളും ആനുകാലികങ്ങളും എസ്പെരാൻഡോയിൽ ഇതുവരെയായി പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇന്റർനെറ്റിലും എസ്പെരാൻഡോ വളരെയധികം പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. ഗൂഗിൾ ട്രാൻസ്ലേറ്റിലും എസ്പെരാൻഡോ നിങ്ങൾക്കൊരു ഓപ്ഷനായി കാണാൻ സാധിക്കും.